വർഷങ്ങൾ പഴക്കമുള്ള മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം ശക്തം. 2 വർഷം മുൻപ് അൺഫിറ്റ് ആയതിനാൽ കടകളുടെ വാടക വാങ്ങാൻ നഗരസഭയ്ക്ക് കഴിയുന്നുമില്ല. വൈകാതെ കെട്ടിടം പൊളിച്ചു പണിയുമെന്ന് അധികൃതർ അറിയിച്ചു. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്. 1978 നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. റൂറൽ ഡെവലപ്മെന്റ് ബോർഡിന്റെ ധനസഹായത്തോടെയായിരുന്നു നിർമ്മാണം. അന്ന് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു മാനന്തവാടി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവും പിന്നീടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം. 2 വർഷം മുമ്പാണ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനായി പഴയ കെട്ടിടം പൊളിക്കാനും ഭരണസമിതി തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീടുള്ള നടപടികളെല്ലാം മന്ദഗതിയിലായി. മാനന്തവാടി പഞ്ചായത്ത് ബിൽഡിംഗ് വളരെയധികം അപകട അവസ്ഥയിലുള്ളതാണ്. നമുക്കറിയാം, ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നില ഊന്നുവടി, ഇരുമ്പിൻ്റെ ബാർ കൊണ്ട് ഊന്നുവടി കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. നഗരസഭയുടെ കെട്ടിടം തന്നെ അൺഫിറ്റായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് തികഞ്ഞ നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനവും നിരുത്തരവാദിത്വപരവുമാണെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന് ഇതിനോട് ആവശ്യപ്പെടാനുള്ളത്. പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ കെട്ടിടം പൊളിച്ചു പണിയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുനിസിപ്പാലിറ്റിയും അറിയിച്ചിട്ടുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.